ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ളവരാണോ? എന്നാൽ പിന്നെ നാട്ടിൽ നമ്മുടെ സ്വന്തം കേരളത്തിൽ ദാ ഇതുപോലൊരു കൂളിംഗ് ട്രിപ്പ് പിടിച്ചാലോ? ദാ കണ്ടില്ലേ, നല്ല ക്ലിയർ വാട്ടറിൽ കിടന്ന് കുളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അതുപോലെ ഇതുപോലത്തെ നല്ല വെള്ളച്ചാട്ടം കണ്ട് നമുക്ക് മനസ്സ് കുളിർപ്പിക്കാനുള്ള സ്ഥലമുണ്ട്. ഇനി ചുമ്മാ മനസ്സ് കുളിർപ്പിക്കുക മാത്രമല്ല, അതിലൂടെ അതായത് പഴയ മോഡൽ ജീപ്പിൽ നമുക്കൊരു ഓഫ് റോഡ് ഡ്രൈവിംഗ് കൂടെ പോയാലോ? ക്യാൻ യു ഇമാജിൻ? ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ചേട്ടൻ ഞങ്ങളെ ഈ വണ്ടിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ആട്ടോ. ഇപ്പം പറയുമെന്ന് നമുക്ക് തോന്നും, പക്ഷെ നല്ല രസമാണ്. ആ വ്യൂ കാണാനും നല്ലൊരു എക്സ്പീരിയൻസുമാണ്. അപ്പം ഇനി പറഞ്ഞു വരുന്ന സ്ഥലം ഏതാണെന്നല്ലേ? ദാ ഈ ഒരു കാട്ടുവഴിയിലൂടെ നമുക്ക് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് പോകാം. കാരണം എന്താ, ഫുൾ ഓക്സിജൻ ആയിരിക്കുമല്ലോ. അതുപോലെ വെള്ളം എന്ന് പറയുന്നുണ്ടല്ലോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. നമുക്ക് വേണമെങ്കിൽ കിടന്ന് കുളിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കലാപരിപാടികളൊക്കെ ചെയ്യാം. ചേട്ടന്മാരും കുട്ടികളൊക്കെ കൂടെ ഒരു റോക്ക് കാസ്റ്റിൽ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഏതാണെങ്കിലും ഫൈനലി അവരൊരു സക്സസ്ഫുള്ളൊക്കെ ആയി കേട്ടോ. എന്നിട്ട് അവസാനം പോരാൻ നേരത്ത് ഞങ്ങളത് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് പോരുകയും ചെയ്തു. ചുമ്മാ ഒരു രസം. അങ്ങനെ പോയി ഞങ്ങൾ എത്തിപ്പെട്ടതാണ് ഇഞ്ചത്തൊട്ടി. അപ്പം നമ്മുടെ യാത്ര ഇഞ്ചത്തൊട്ടിയിലേക്കായിരുന്നു. അപ്പോൾ ഇഞ്ചത്തൊട്ടിയിലെ തൂക്കുപാലം കാണാനായിട്ടാണ് നമ്മൾ വന്നത്. ആലുവ അങ്കമാലി ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇടയിലുള്ള കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ആണ് നേരത്തെ കണ്ടത്. അങ്ങനെ പല വ്യൂ പോയിൻറ്റ്സും ഉണ്ട് കേട്ടോ. നമുക്ക് എവിടെയാണെങ്കിലും നിർത്തി റിലാക്സ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്തിട്ടൊക്കെ വരാം. അങ്ങനെ ഫൈനലി നമ്മൾ തൂക്കുപാലത്തിൽ വന്നെത്തി. അവിടെ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. ഈ തൂക്കുപാലം ഒത്തിരി പഴയതൊക്കെയാണ്. 40 പേർക്കാണ് അറ്റ് എ ടൈം അതിൽ കയറാൻ പറ്റുക. എന്നാലും ഞങ്ങൾ ചെന്നപ്പോൾ ഏതാണ്ടെങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ട് നമ്മൾ നടക്കുമ്പോൾ ചെറിയൊരു കുലുക്കമൊക്കെ ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. നമുക്ക് ചെറുതായിട്ടൊക്കെ പേടിയൊക്കെ തോന്നും, പക്ഷേ നല്ലൊരു രസമാണ്. അങ്ങനെ പൊട്ടി വീഴൊന്നുമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് ചെന്നാൽ നല്ലൊരു സീനറിയാണ് നമുക്ക് കാണാൻ കിട്ടുക. അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഒരു പിക്നിക് സ്പോട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ചെറിയ ചെറിയ ഗെയിംസൊക്കെ കളിക്കാം. ഞങ്ങൾ കുറച്ച് ബാഡ്മിൻ്റനും ഫുട്ബോളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ അടിച്ച് അങ്ങനെ കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചായക്കടി, ഉപ്പിലിട്ടത്, അതൊക്കെ കിട്ടും. നല്ല നോസ്റ്റാൾജിക്കായിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാം. അങ്ങനെ നൊസ്റ്റൊക്കെ നുണഞ്ഞിറക്കിയിട്ട് നേരെ വെച്ച് പിടിക്കുക മാമലക്കണ്ടത്തേക്ക്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഓഫ് റോഡ് ഡ്രൈവിംഗ് ഉള്ളത്. ഇതുപോലുള്ള ജീപ്പുകളൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ഇവിടെ വീട്ടിൽ ഊണൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ട് പോയാൽ ഓഫ് റോഡ് ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കത് എൻജോയ് ചെയ്യാം. ഇതുപോലെ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ ബുദ്ധിയുള്ളവർ ടവലൊക്കെ തലയിൽ വെച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഭയങ്കര കുലുക്കാണ്. ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഒരു പരുവോ. ഏതാണേലും ആ യാത്ര നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ്. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്കവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. നന്നായിട്ട് റിലാക്സ് ചെയ്ത് അവിടെ പല ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്തിരിക്കാം. ഇനി അത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്നത് എന്താ, നേരത്തെ കണ്ടില്ലേ, ആ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ആ ചേട്ടൻ ജീപ്പ് ഓടിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരും. ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ, പക്ഷേ ആ ചേട്ടൻ ശരിക്കും ഓടിച്ച്. ഭയങ്കര ഒരു സാഹസികയാത്രയായിരുന്നു. ഇനി ആ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങാം. ഇതാ ഫ്രീ ആയിട്ടുള്ള പെഡിക്യൂർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടും. കണ്ടില്ലേ, മീൻ കാലിൽ പെഡിക്യൂർ ട്രീറ്റ്മെൻ്റ് ഒക്കെ തരുന്നത്. അപ്പോൾ മിസ് ചെയ്യണ്ട കേട്ടോ. ഇനി ചുമ്മാ കാല് നനയ്ക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, നമുക്ക് നന്നായിട്ട് വേണമെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് കുളിച്ച് എഴുന്നേക്കാം. കണ്ടില്ലേ, കുട്ടികളെ പിന്നെ ഈ വെള്ളമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ വിടാൻ പറ്റുമോ? അവരതിനകത്ത് മുങ്ങി ചാടി കുളിച്ച്. കുട്ടികളെന്നില്ല കേട്ടോ, ഞങ്ങളെല്ലാവരും തന്നെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. നല്ല തെളിനീരാണ്. നല്ലൊരു എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഒത്തിരി കാശ് മുടക്കമൊന്നുമില്ലാതെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് ട്രിപ്പാണിത്. അത് പോയിട്ട് വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര റിലാക്സിങ് ഫീലിംഗ് ആണ്. വൈകുന്നേരം ആകുമ്പോൾ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന കണ്ടിട്ട് ഒരു ചെറിയ ചൂട് ചായയൊക്കെ കുടിച്ചുള്ള തിരിച്ചുള്ള യാത്രയും ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇത് മിസ് ചെയ്യാതിരിക്കുക കേട്ടോ.